Greetings to all in the precious name of Jesus Christ. നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടെ കാണുവാൻ ദൈവം ചെയ്ത ഭാഗ്യത്തിനായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുമ്പേ ഒരു വീഡിയോ ക്ലിപ്പ് റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൽ കൂടെ നിങ്ങളോട് കാണുവാനും സംസാരിക്കാനും ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. അതിനകത്ത് ഒത്തിരി റിസൾട്ടുകൾ വരുവാനിടയായി തീർന്നു. പല രാജ്യങ്ങളിൽ നിന്നും പല വ്യക്തികൾ എന്നെ വിളിക്കുവാനും പ്രാർത്ഥിപ്പാനും ആ ക്ലിപ്പ് അവരുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ് ആകുവാനൊക്കെ ഇടയായി തീർന്നതായിട്ട് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് പോലെ ഒരു 15 മിനിറ്റ്സ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആധാരമായിട്ടൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ, പുറപ്പാട് പുസ്തകം 34:6, 34-ന്റെ 6-ാമത്തെ വാക്യം. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചു എന്തെന്നാൽ, യഹോവ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവനെന്ന് മോശയോടാണ് ദൈവം ഇത് സംസാരിക്കുന്നത്. മോശയെ സീനായ് പർവ്വതത്തിലേക്ക് വിളിച്ച് മേഘത്തിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ മോശയെ കാണിക്കുമ്പോൾ ദൈവം തന്നെ മോശയോട് പറയുന്ന ദൈവത്തിൻ്റെ 5 ക്യാരക്ടറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5 ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ദൈവം കരുണയുള്ളവനാണ്, കൃപയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, വിശ്വസ്തതയുള്ളവനാണ്. പക്ഷേ ഈ 5 ഒറ്റ ഒരെണ്ണം മാത്രം നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് കൃപ എന്നുള്ളൊരു വാക്കിനെ നമുക്കെടുക്കാം. ഇപ്പോൾ ആത്മീയത്തിൽ ഇപ്പോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ കൃപ എന്ന പദം വാക്കാണ്, ഒരു പ്രയാസമായിട്ട് തോന്നുന്ന വാക്കാണ്. പക്ഷേ റോമാലേഖനത്തിൽ നിന്നാണ് ഗ്രേസ് പ്രീച്ചേഴ്സ് ഗ്രേസിനെ പറ്റി മെസ്സേജ് പറയുന്നത്. പക്ഷേ ഞാൻ റോമാലേഖനത്തിൽ നിന്നല്ല, പഴയ നിയമത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ മനുഷ്യരായ ആദാമിനെ ഹവ്വയും ദൈവം സൃഷ്ടിക്കുമ്പോൾ, അവരെ ഉണ്ടാക്കി അവിടെ ആക്കുമ്പോൾ അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് തേജസ്സിൻ്റെ വസ്ത്രമായിരുന്നു. തേജസ്സായിരുന്നു അവരുടെ വസ്ത്രം. തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ചിരുന്ന ആദാമും ഹവ്വയ്ക്കും പാപം ചെയ്ത നിമിത്തം അവരുടെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു, തേജസ് അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവം അവർക്ക് ദാനമായി കൊടുത്ത തേജസ്സിനെ പാപം നിമിത്തം നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ അവസാനിച്ചില്ല. വീണ്ടും ദൈവം അവർക്ക് ഒരു വസ്ത്രം ഉണ്ടാക്കി അവരെ അണിയിച്ചെന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം, നഷ്ടപ്പെടുത്തി പാപനിമിത്തം ചെയ്യരുതെന്ന് പറഞ്ഞ ഫലം പറിച്ചു തിന്നുകയും അത് നിമിത്തം തേജസ് നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവിടെ നിന്നില്ല. വീണ്ടും ദൈവം അവർക്കൊരു വസ്ത്രം ഉണ്ടാക്കി അണിയിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കൃപ എന്നുള്ളൊരു പദം നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. നമ്മൾ പഴയ നിയമത്തിൽ ആരുടെ ലൈഫ് എടുത്ത് പഠിച്ചു നോക്കിയാലും ദൈവത്തിൻ്റെ കൃപ, ഇല്ലെങ്കിൽ ഫേവർ, ഇംഗ്ലീഷിൽ ഫേവർ കൊണ്ട് മാത്രമാണ് അവരുടെ ലൈഫിൽ അവർക്ക് മുന്നേറുവാൻ കഴിഞ്ഞത്, അവർക്ക് ജീവിപ്പാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊന്ന് മാത്രമാണ്. അടുത്ത് നമുക്ക് നോഹയെ പറ്റി നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോഹയെ പറ്റി ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നു. നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവൻ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ ആലോചന ഉണ്ടാക്കിയ കുടുംബം മാത്രം അതിനകത്ത് ഉൾക്കൊള്ളുവാൻ ഇടയായിത്തീർന്നു. നോക്കിക്കേ, മനുഷ്യൻ്റെ പാപം നിമിത്തം ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനെ വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കുമെന്ന് ദൈവം വാശി പിടിക്കുമ്പോൾ ഒരു കുടുംബത്തിന് മാത്രം ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. അങ്ങനെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയും നോഹത്തിൻ്റെ കുടുംബത്തെ ആ വലിയ ഒരു വെള്ളപ്പൊക്കത്തിൽ നിന്ന്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് നോഹയെ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം രക്ഷിക്കുകയാണ് ചെയ്തത്. പഴയ നിയമത്തിൽ പറയാനാണെങ്കിൽ ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറയാനുണ്ട്. യാക്കോബിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. യാക്കോബിൻ്റെ ലൈഫിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഏശാവിനെ തള്ളിയിട്ട്, ജ്യേഷ്ഠനെ തള്ളിയിട്ട് അനിയനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പം ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ യാക്കോബിനെ ദൈവം വിളിക്കുകയാണ് ചെയ്തത്. എന്തിനാ വിളിച്ചതെന്നറിയാമോ? വലിയൊരു നേഷൻ ആകുവാൻ, വലിയൊരു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു കൺട്രി അവൻ്റെ അകത്ത് ദൈവം ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുന്നു. പക്ഷേ യാക്കോബിൻ്റെ ക്യാരക്ടർ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പനെ പറ്റിച്ച്, ജ്യേഷ്ഠനെ പറ്റിച്ച്, അമ്മായിപ്പനെ പറ്റിച്ച്, ഭാര്യയോട് അവിശ്വസ്തത കാണിച്ച്, ഇങ്ങനെയുള്ള വ്യക്തിയാണ് ദൈവം ഇസ്രായേലാക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഫേവർ എങ്ങനെ ലഭിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. പക്ഷേ ബൈബിൾ പറയുന്നു, അതിക്രമത്തിലും പാപത്തിലും മരിച്ച അവസ്ഥയിലിരുന്ന് നമ്മളെ ഒരു ക്രൂരതയും കൂടാതെ ദൈവം നമ്മളെ സ്നേഹിക്കുക ചെയ്തേ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനോടുകൂടി സകലതും തരാതിരിക്കുമോ? അപ്പം
സ്വന്തം പുത്രനെ നമ്മുടെ പാപത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ തകർത്ത ദൈവത്തെ, ആ പിതാവിൻ്റെ സ്നേഹവും ആ പുത്രൻ്റെ കൃപയും നമ്മളോട് ധാരാളമായിട്ട് നമ്മുടെ ലൈഫിലുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, കൃപ എന്നുള്ളൊരു പദത്തെ, കൃപ എന്നുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തെ, അതുകൊണ്ട് ഞാൻ ഈ വാക്യം വായിച്ചത്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലെ ഒരു ക്യാരക്ടറാണ് ദൈവത്തിൻ്റെ കൃപ, ഇല്ലെ ഗ്രേസ് എന്നുള്ളത്. ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ മാനസാന്തരപ്പെട്ടത്, ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ സ്നാനപ്പെട്ടത്, ദൈവത്തിൻ്റെ മഹാകൃപയാലാണ് നമ്മളുടെ പാപം ദൈവം കഴുകിക്കളഞ്ഞത്. ഇങ്ങനെ ഉൽപ്പത്തി മുതൽ 66 പുസ്തകങ്ങൾ, വെളിപ്പാട് വരെ നോക്കിയാൽ കർത്താവിൻ്റെ കൃപ ഇങ്ങനെ എംഫസൈസ് ചെയ്ത് നിൽക്കുകയാണ്, എൻലാർജ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിൻ്റെ കൃപയെ ത്യജിച്ച് കളയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു വാക്ക് വളരെ സ്നേഹത്തോടെയും ദൈവസ്നേഹത്തോടെയും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ കൃപ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് എന്നെ പേടിച്ചിട്ടല്ല, നിങ്ങൾ എന്നെ സ്നേഹിക്കുക നിമിത്തം നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുമെന്ന ബൈബിൾ പറയുന്നത്. അപ്പോൾ നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ച ദൈവത്തെ നമുക്ക് തിരിച്ച് സ്നേഹിക്കുന്നതാണ് വർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കകത്തും കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ ലൈഫിൽ തികഞ്ഞു വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, മക്കളുടെ ഫ്യൂച്ചറിനകത്ത്, അവരുടെ എഡ്യൂക്കേഷനകത്തെല്ലാം കർത്താവിൻ്റെ ഫേവർ അവരെ നടത്തട്ടെ. സ്വന്തം പുകഴ്ചയല്ല. അതുകൊണ്ട് ദേവദാസന്മാർ പ്രസംഗിക്കാൻ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാന്ന്. ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണെന്ന് നമ്മളെപ്പോഴും പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ആയുസ്സോടിരിക്കുന്നത്, ആരോഗ്യത്തോടിരിക്കുന്നത്, സൗന്ദര്യത്തോടിരിക്കുന്നത്, നമ്മുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെല്ലാം ദൈവം ഇത്ര ആയുസ്സോടെയും ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, നമ്മുടെ നീതിപ്രവൃത്തിയല്ല, കർത്താവിൻ്റെ മഹാകൃപയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് സംഭാവന ചെയ്യുമ്പോൾ പൗലോസ് ഈ പദം പറയാൻ മറക്കുന്നില്ല. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. പിതാവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പുത്രനായ യേശുവിനെ നമുക്ക് തന്നതാണ്. പുത്രൻ്റെ കൃപ എന്ന് പറയുന്നത് അമേൻ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഇരുന്ന യേശുക്രിസ്തു, പിതാവിനോട് ചേർന്ന് സിംഹാസനത്തിൽ ഇരുന്നവൻ, പാപികളായി നമുക്ക് വേണ്ടി ദാസരൂപമെടുത്ത് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി അവൻ പാപത്തിൻ്റെ സ്വഭാവമായ ശരീരം അവൻ ഏറ്റുവാങ്ങി തേജസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച ആ പ്രവൃത്തിയാണ് കൃപ എന്ന് പറയുന്നത്. കൃപയ്ക്ക് വേറൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ, അർഹതയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം എന്തെങ്കിലും നിനക്ക് തരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ദൈവം എന്തെങ്കിലും നിനക്ക് തരുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത്. അതുകൊണ്ട് കൃപ എന്നുള്ളൊരു പദത്തെ നമ്മൾ ഒരിക്കലും വിമർശിക്കരുത്, ഒരു ദൈവദാസന്മാരെയും വിമർശിക്കരുത്. നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാണ്. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ ഫാമിലിക്കും, ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ലൈഫിൽ കർത്താവെ, ദൈവത്തിൻ്റെ കൃപ ആവോളം തികഞ്ഞു വരുവാൻ, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ സ്ട്രഗിൾ അവർക്കുള്ളത്, എന്തൊക്കെയാണോ ഭാരം അവർക്കുള്ളത്, എന്തൊക്കെയാണോ പ്രയാസങ്ങൾ അവർക്കുള്ളത്, അവരുടെ ലൈഫിൽ കർത്താവിൻ്റെ കൃപ ഈ 2015 ഡിസംബർ മാസം തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ മഹാകൃപയാൽ ചില ഡോറുകൾ ചിലർക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ബ്ലെസ്സിങ് അവരുടെ ആയുസ് തീരുവോളം